ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ അച്ചാറിൽ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കുന്നില്ല. എങ്കിലും അത് നമ്മൾക്ക് 1-2 ആഴ്ചകളോളം നമുക്ക് പുറത്ത് വച്ചേക്കാനും സാധിക്കും. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 6-7 നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുവിധം നല്ല വലിപ്പമുള്ള നാരങ്ങ തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാ നാരങ്ങയും നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് കുറച്ച് കാന്താരി മുളകാണ്, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇതിപ്പോൾ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാന്താരി മുളക് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നാരങ്ങയും ഈ കാന്താരി മുളകും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു കുറച്ച് ശർക്കര പൊടി എടുക്കുന്നുണ്ട്. ഒരു 100-150 ഗ്രാമോളം മതി. അപ്പോൾ നമുക്ക് ഈ ശർക്കര പൊടി ആവശ്യത്തിനുള്ള ശർക്കര പൊടിയിലേക്ക് ഇട്ടിട്ടൊന്ന് ഇതും കൂടി ഇതിനോടൊപ്പം കിടന്നൊന്ന് നമുക്ക് ഉരുക്കി കിട്ടണം. ഇനി ഞാനൊരു 5-8 നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ നല്ല ജീരകം, പിന്നെ നമ്മുടെ ഒരു നുള്ളു ഉലുവ, ഒരു ചെറിയ ഏലക്കായും കൂടി ഇട്ടിട്ടൊന്ന് പതുക്കെ ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഉരുകാനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ശർക്കര മുഴുവൻ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈ ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളമാകണ വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇപ്പം നമ്മുടെ അച്ചാർ ആവശ്യത്തിനൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിത് എടുത്തൊരു കുപ്പിയിലേക്ക് ആക്കാം. ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തിയതാണിത്. അപ്പം നമ്മളിത് കുപ്പിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളമയമില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് ചീത്തയായി പോകും പെട്ടെന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ. നമ്മളിതിപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെയാണ് ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല തുടച്ച് വൃത്തിയുള്ള സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് ചീത്തയാവാതെ ഇരുന്നോളും.